പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ മഞ്ഞു മൂടിയ മലനിരകളും ഹരിതാഭയാർന്ന താഴ്വരകളും തീർത്ത പ്രകൃതിയുടെ മഹാകാവ്യം വയനാട്. വയലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഈ മലയോര പ്രദേശം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ജൈവ വൈവിധ്യവും തന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. വയനാടിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ 4 അപൂർവ ഇടങ്ങളിലൂടെയുള്ള ഒരു ദൃശ്യയാത്ര. ഇടയ്ക്കൽ ഗുഹകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 1200-ലധികം മീറ്റർ ഉയരത്തിൽ അമ്പുകുത്തി മലകളുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രാതീത കാലത്തെ ഒരിടം ഇടയ്ക്കൽ ഗുഹ എന്നതിലുപരി ഭീമാകാരമായ പാറക്കൂട്ടങ്ങൾക്കിടയിലെ പ്രകൃതിദത്തമായ വിള്ളലാണിത്. ഇവിടുത്തെ ശിലാഭിത്തികളിൽ കൊത്തിവെക്കപ്പെട്ട ചിത്രങ്ങൾ പ്രാചീന ശിലായുഗത്തിലെയും നവശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തിൻ്റെ തെളിവുകളാണ്. കല്ലുകളിൽ കോറിയിട്ട അക്ഷരങ്ങളും ആകൃതികളും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു സംസ്കാരത്തിൻ്റെ മൗനമായ ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു. ബാണാസുര സാഗർ ഡാം. കബനി നദിയുടെ പോഷക നദിയായ കരമാനത്തോടിന് കുറുകെ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബാണാസുര സാഗർ ഡാം. അസുര രാജാവായ ബാണാസുരൻ്റെ തപസ്സുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ പർവ്വത നിരകൾക്ക് ബാണാസുരൻ എന്ന പേരു നൽകിയത്. മൺതട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ടിൻ്റെ റിസർവോയറിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയ ദ്വീപുകൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃതിയൊരുക്കിയ ഒരു മനോഹര ചിത്രപ്പണി പോലെ അനുഭവപ്പെടുന്നു. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കോടമഞ്ഞും അലിഞ്ഞു ചേരുന്ന ഈ ദൃശ്യം വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കൊടുമുടിയാണ്. കുറുവ ദ്വീപ്. കിഴക്കോട്ടൊഴുകുന്ന കബനി നദിയുടെ ഹൃദയഭാഗത്ത് 9 അണുകെട്ടുകളുടെയും ചെറുദ്വീപുകളുടെയും കൂട്ടമായി സ്ഥിതി ചെയ്യുന്ന കുറുവ ദ്വീപ് 95-ലധികം ഏക്കർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ഈ നിബിഡ വനമേഖല അപൂർവ സസ്യജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും സങ്കേതമാണ്. ജനവാസങ്ങളില്ലാത്ത നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഈ വനപാതകളിലൂടെ മുളച്ചങ്ങാട യാത്ര ഏതൊരു സഞ്ചാരിയുടെയും പ്രകൃതിയുമായി പൂർണ്ണമായി ഒന്നിപ്പിക്കുന്നു. വയനാടിൻ്റെ ജൈവ വൈവിധ്യത്തിൻ്റെ ജീവനുള്ള തെളിവാണ് ഈ കാട്ടുദ്വീപ്. തിരുനെല്ലി ക്ഷേത്രം. ബ്രഹ്മഗിരി മലനിരകളുടെ മടിത്തട്ടിൽ വനാന്തരങ്ങളുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവ്യഭൂമി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും തിരുശേഷിപ്പ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. തെക്കൻ കാശി എന്ന് ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം വിളിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രം വയനാടിൻ്റെ പുരാതനമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. ചതുർബാഹുവായ വിഷ്ണു ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. കരിങ്കല്ലിൽ തീർത്ത ഭീമാകാരമായ തൂണുകളും തനിമയാർന്ന കേരളീയ വാസ്തുവിദ്യയും ഈ ക്ഷേത്രത്തിന് കാലത്തെ അതിജീവിക്കുന്ന പ്രൗഢി നൽകുന്നു. ക്ഷേത്രത്തിന് സമീപത്തൂടെ ഒഴുകുന്ന പാപനാശിനി എന്ന പുണ്യതീർത്ഥം. ബ്രഹ്മഗിരി മരുന്നലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ അരുവിയിലെ വെള്ളത്തിൽ മുങ്ങി നിവർന്നാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ദൂരദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ കാറ്റിൽ അലയൊടിക്കുന്ന മന്ത്രധ്വനികളും ഒഴുകുന്ന അരുവിയുടെ ശബ്ദവും കോടമഞ്ഞിൻ്റെ സാന്നിധ്യവും പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന അപൂർവമായ ഒരു അനുഭവമാണ് നൽകുന്നത്. പാറകളിൽ എഴുതപ്പെട്ട ചരിത്രവും ജലാശയങ്ങളുടെ കാറ്റും വനങ്ങളുടെ ശാന്തതയും ഒത്തുചേരുമ്പോൾ വയനാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ലാതായി മാറുന്നു. അതൊരു അനുഭവമായി മാറുന്നു. കാലഗണനയ്ക്കപ്പുറം ഹരിതാഭമായ കാടുകളുടെ സംരക്ഷണത്തിൽ നിലകൊള്ളുന്ന കാലം മായ്ക്കാത്ത പ്രകൃതിയുടെ വിസ്മയം.